ഹലോ ഗൈസ്, റൂമിൽ ഇതുപോലെ ഒരുപാട് ചീസ് ഇരുന്ന് കേടായി പോകുന്ന കണ്ടപ്പോഴാണ് ഇത് വെച്ച് എന്ത് ചെയ്യാമെന്നൊരു ചിന്ത വന്നത്. അപ്പം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അതേ കിടക്കുന്നു ദീപിക പദുക്കോന് ഇഷ്ടപ്പെട്ട ചീസ് കറി എന്നും പറഞ്ഞ്. അതുണ്ടാക്കാനെ കൊണ്ട് ഇപ്പം ഉള്ളി അരിഞ്ഞു, ഉള്ളി അതിലേക്ക് ഇട്ടു, ഉള്ളി ഇടുന്നു, ഉള്ളി ഇട്ടിട്ട് അടച്ച് മൂടി വെച്ച് ഒന്ന് ഇളക്കി വരട്ടിയെടുത്ത് അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി അത് രണ്ടും കൂടി ഇട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കിയെടുത്ത് അത് വീണ്ടും മൂടി വെച്ച് അതൊന്ന് നല്ല രീതിയിൽ വരണ്ട് വരുമ്പോഴത്തേക്കും ഉള്ളിയും മുളകൊന്നും ഇത്രയും കഴിഞ്ഞ് വേണ്ട. ഇത് ഉള്ളി അടുപ്പത്ത് വെച്ചിട്ട് പാചകം അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്. നിങ്ങൾ നോക്കി ഒരു മീഡിയം വരണ്ട കഴിയുമ്പോഴത്തേക്കും ചീസ് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ചീസ് ഇട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിടരുത്, ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് വേണം ഇടാനെ കൊണ്ട്. ചീസിൽ ഓൾറെഡി ഉപ്പുള്ളതിനാൽ നിങ്ങൾ ഉപ്പിടാതെ വേണം ഇത് ചീസ് വേവിക്കുമ്പം. ഏറ്റവും അവസാനം നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് മാത്രം കുറച്ച് ഉപ്പിട്ടാലേ മതിയായിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ അത് ചീസ് ഒന്ന് ഉരുക്കി കഴിയുമ്പോൾ മൂടി വെച്ച് ചീസ് ഒന്ന് ഉരുക്കി കഴിയുമ്പോഴത്തേക്കും വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി ചീസെല്ലാം മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ ഇടുക. എരി അധികം കഴിക്കാത്തവരാണെങ്കിൽ പെപ്പർ ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് പെപ്പർ ഇടുക, ഉപ്പിടുക, ഇറക്കുക. ദീപിക പദുക്കോന് ഇഷ്ടപ്പെട്ട ചീസ് കറി റെഡി. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.